നിങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നത് ഗൂഡല്ലൂരിലൂടെയാണെങ്കിലേ ഊട്ടിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു അടിപൊളി ഗ്രാമം കാണാനുണ്ട്. നമ്മുടെ എല്ലമലൈ. ഇവിടേക്ക് പോകുന്ന റൂട്ടാണെങ്കിലും അവിടുത്തെ കാഴ്ചകളാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പം നാടുകാണി ചുരം കയറിക്കൊണ്ട് നിൽക്കുകയാണ്. വഴിക്കടവ് നിന്നും നാടുകാണി വരെ ഈ ഒരു ചുരത്തിൽ അത്യാവശ്യം നല്ല പോലെ വേസ്റ്റ് ഉണ്ടായിരുന്നു. VM സാദിഖലി എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ നേതൃത്വത്തിലെ ഒരുപാട് ആളുകൾ കൂടിയിട്ട് ഈ ഒരു ചുരം വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. എങ്കിലും മുൻപോട്ട് പോകുന്ന സമയത്ത് വണ്ടിയിൽ നിന്നും പുറത്തേക്ക് വേസ്റ്റ് എറിയുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നമ്മൾ എത്ര പറഞ്ഞാലും പഠിക്കാത്ത കാര്യമാണിത്. വേസ്റ്റ് ഇവിടെ ഇടരുതെന്ന് പറഞ്ഞാൽ എന്തായാലും അവിടെ ആളുകൾ കൊണ്ടിടും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് നമുക്ക്. ഒരുപാട് കാലങ്ങൾ കഴിയുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നതും എവിടെയും നമ്മൾ വേസ്റ്റ് ഒന്നും വലിച്ചെറിയാതിരിക്കുക. അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മുടെ കേരളം കഴിഞ്ഞതാ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു റൂട്ടിൽ റോഡ് നല്ല മോശമായിരുന്നു. എന്തായാലും ഇപ്പം റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ബസ്സിനകത്ത് പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഇറങ്ങാനും പോകാനും ഒന്നും പറ്റാത്ത ചില അവസ്ഥകളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. മുൻപോട്ടെത്തിയിട്ട് എല്ലമല എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നിതാ ഗൂഡല്ലൂരിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാലാണ് നമുക്ക് ഊട്ടിയിലേക്ക് പോകേണ്ടത്. ആ ഒരു റൂട്ടിൽ തന്നെയാണ് നമ്മൾ പോകുന്നതും. ഈ ഒരു റൂട്ടിൽ ചിലപ്പം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഊട്ടിയിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. നമ്മളിപ്പം പോകുന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ടേ നിങ്ങൾ അടുത്ത ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്തെ നമ്മളിപ്പം പോകുന്ന ഈ ഒരു സ്ഥലവും കൂടെ കാണുകയാണെങ്കിൽ സെറ്റായിരിക്കും. ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു കൊടും വളവുണ്ട്. ഇതാ ഈ ഒരു വളവിൽ നിന്നും നേരെ കാണുന്ന റോഡിനാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരു ബോർഡും ഉണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിലും അതോടൊപ്പം നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം പോകാൻ പറ്റൂ. വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മളിപ്പം പോകുന്ന ഈ ഒരു സ്ഥലേ മുതുമലൈ ദേശീയ ഉദ്യാനത്തിനും അമരമ്പലം റിസർവ് ഫോറസ്റ്റിനും നടുവിലാണ്. നമ്മളെ ഗൂഡല്ലൂരിലെ ഓവാലി പഞ്ചായത്തിലേക്കാണ് പോകുന്നത്. ചെക്ക് പോസ്റ്റിൽ നിന്നും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഇത്രയും നേരം കണ്ട കാഴ്ചകളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാടിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന പോലെയാണ് തോന്നുക. കുറച്ചും കൂടെ മുൻപോട്ടെത്തിയാൽ തേയിലത്തോട്ടങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏലത്തോട്ടവും കാപ്പിത്തോട്ടവും അങ്ങനെ എല്ലാ കൃഷികളും ഈ ഒരു റൂട്ടിൽ ഉണ്ട് കേട്ടോ. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറിലും ഒക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ തേയിലത്തോട്ടവും പിന്നെ ഇങ്ങനത്തെ ട്രാക്ടറിൻ്റെ കാഴ്ചകളും ഒക്കെ നോക്കി നിൽക്കാറില്ലേ? വണ്ടി നിർത്തിയതിൻ്റെ തൊട്ടടുത്ത് ആ ഒരു മരത്തിൻ്റെ താഴെ ഭാഗത്തൊരു ക്ഷേത്രമുണ്ട്. ഇതേപോലത്തെ ക്ഷേത്രങ്ങൾ ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് കാണാനുണ്ട്. അതിൻ്റെ തൊട്ട് മുൻപിലുള്ളൊരു ബിൽഡിംഗാണിത്. ചില ഭാഗത്തെ ഫ്രെയിമുകളൊക്കെ അവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ ചൂണ്ടി എന്ന് പറയുന്ന അങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ പോയാൽ ഗാന്ധിനഗർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. നമുക്ക് താഴെ ഭാഗത്തേക്ക് 16 കിലോമീറ്ററും കൂടെ പോയാലാണ് എല്ലമലയിലേക്ക് എത്തുക. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ബൈക്കിലുള്ള ആളോട് വഴി ചോദിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടുന്നും താഴെ ഭാഗത്തേക്ക് വന്ന് ചിന്നച്ചൂണ്ടി എന്ന് പറയുന്ന അങ്ങാടിയും കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ഇവിടുത്തെ മരങ്ങൾ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് വണ്ടിയിൽ പെട്രോളും കാര്യങ്ങളോ ഒക്കെ കരുതിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം പോകുന്ന സ്ഥലത്തൊന്നും പമ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗൂഡല്ലൂരിൽ മാത്രമാണ്.
എന്തായാലും തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ചേച്ചിമാരൊക്കെ സൈഡിലിരുന്നുകൊണ്ട് ചായ കുടിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതാ ഒരു ബസ് വന്നിട്ടുണ്ട്. ഈ ഒരു റോഡിൻ്റെ മുകളിലേക്ക് മൊത്തമായിട്ട് ഈ ഒരു ബസ് തന്നെ ഉണ്ട്. പിന്നെ സൈഡിലൂടെയൊക്കെ ഇറക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുക. ഈ ഒരു റൂട്ടിൽ പോകുന്ന സമയത്ത് ശ്രദ്ധ വേണം. വലിയ വണ്ടികൾ വന്നാൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇവിടുത്തെ തേയിലത്തോട്ടം കഴിഞ്ഞ് കുറച്ച് ഇങ്ങനത്തെ റോട്ടിന് പോയാൽ ഒരങ്ങാടി എത്തും. അത് കഴിഞ്ഞാൽ വീണ്ടും തേയിലത്തോട്ടം തന്നെയാണ്. ചില സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്ത് മുൻപ് കണ്ട പോലെ നമുക്കിങ്ങനെ തോന്നും. ഇവിടുത്തെ കാഴ്ചയും കാറ്റും എല്ലാം ആസ്വദിച്ചിങ്ങനെ പോകുന്ന സമയത്താണ് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ വേസ്റ്റ് ഇട്ട് കത്തിക്കുന്നത് കണ്ടോ. ശരിക്കും നല്ല ബുദ്ധിമുട്ട് തോന്നി. അതെന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും സ്മെല്ലാണ്. പ്ലാസ്റ്റിക് ഇട്ടാണ് ഈ കത്തിക്കുന്നത്. തമിഴ്നാട്ടിൽ ഏതൊരു ഭാഗത്തേക്ക് പോയാലും അങ്ങാടിയായാലും വീടായാലും ഒക്കെ ഇതേപോലെ ആയിരിക്കും. ഒരു പ്രത്യേക കളറിലാണ് എല്ലാ വീടുകളും ഉണ്ടാവുക. അത് കാണാനൊരു ഭംഗിയുമാണ് കേട്ടോ. ഇനി കുറച്ച് ദൂരം ഏലത്തോട്ടത്തിന് നടുവിലൂടെയാണ് യാത്ര. ആദ്യം തേയിലത്തോട്ടം, പിന്നെ കാട്, പിന്നെ ഏലത്തോട്ടം, അങ്ങനെ അങ്ങനെ മാറി വരികയാണ് കേട്ടോ. ഇനി കുറച്ചും കൂടെ മുൻപോട്ട് പോയാൽ തേയിലത്തോട്ടം വീണ്ടും വരും. ഇപ്പം ഉച്ച സമയമാണെങ്കിലും ഒരു തണുത്ത കാറ്റുമുണ്ട്. ഈ ഒരു ഫ്രെയിമൊക്കെ കണ്ടോ. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യാറാണ് പതിവ്. ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് ഇതൊന്നും ഒഴിവാക്കാനേ തോന്നില്ല. അങ്ങനെ മുൻപോട്ട് വന്ന് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ ഒരു ശ്മശാനം. ഒരുപാട് നല്ല നല്ല മനുഷ്യർ അന്തിയുറങ്ങുന്ന സ്ഥലമല്ലേ. പഴയ കാലത്തെ കല്ലറകളും കാഴ്ചയും ഒക്കെയാണ് ഇവിടെയുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതാ ഏലത്തോട്ടമുണ്ട്. ബസ്സിനകത്ത് വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങി വീഡിയോ എടുത്ത് കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ടൊരു മുരുകൻ ടെമ്പിൾ ഉണ്ട്. അവിടെ ഇറങ്ങി വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ദിവസം ഒന്നും മതിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൂട്ടിൽ വണ്ടി എടുത്തിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറിപ്പോയാലാണ് സന്തനമലൈ മുരുകൻ ടെമ്പിൾ. ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ രണ്ട് ഭാഗത്തൂടെയും റോഡുണ്ട്. അതിലെ കുത്തനെ മേലോട്ട് കയറിയിട്ട് പോകണം. നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ക്ഷേത്രത്തിനടുത്തറ്റം പോകാൻ പറ്റും. എങ്കിലും ഇതാ ഇതേപോലത്തെ സ്റ്റെപ്പുകളുമുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകാൻ ഒരു പ്രത്യേക വൈബും ആയിരിക്കും. അതേപോലെ തന്നെ മുകളിലെത്തിയാൽ നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. ഇവിടുന്ന് താഴെ ഭാഗത്തേക്കൊരു കാഴ്ച കാണാനുണ്ട്. അത് കണ്ടോ, ആ റോഡിന് ഒരു ബസ് വരുന്നത്. മുകൾ ഭാഗത്തൊക്കെ തേയിലത്തോട്ടം, പിന്നെ ആ ഒരു വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോട്ടിലൂടെ വരുന്ന ബസ്. എന്തായാലും കുറച്ച് സമയം താഴെ ഭാഗത്തെ കാഴ്ചകൾ കണ്ട് മുകൾ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ ഇതാ ഇതേപോലെയാണ്. ആ ഒരു മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ കോട മൂടി നിൽക്കുന്നുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. അതിൻ്റെ തൊട്ട് മുൻപിലേക്കാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സ്റ്റെപ്പ് വന്ന് എത്തുന്നത്. ഈ ഒരു മലയുടെ ഏറ്റവും മുകളിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്റ്റെപ്പ് കണ്ടില്ലേ, അതാണിത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റേജ് ഉണ്ട്. ഇവിടെ വരുന്ന എല്ലാ ആളുകളും ഇതേപോലെയൊക്കെ വീഡിയോ എടുക്കാറുണ്ടാവും. ശരിക്കും ഉച്ച സമയത്താണ് നമ്മളിങ്ങോട്ട് എത്തിയിട്ടുള്ളത്. രാവിലെയോ വൈകിട്ടോ ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ മൊത്തമായിട്ട് കോടമഞ്ഞും ഉണ്ടാവും. ആ ഒരു സമയത്ത് വേറെ മൂഡായിരിക്കും കേട്ടോ. എന്തായാലും ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങിയാൽ ഒരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്. അവിടേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. ശരിക്കും ഇതിൽ നടക്കുന്ന സമയത്തൊക്കെ പേടി തോന്നും. പേടി തോന്നാതിരിക്കില്ല, കാരണം അത്രയ്ക്കും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്.
കുറച്ചും കൂടെ റോഡിന് താഴെ ഭാഗത്തേക്ക് വന്നപ്പോഴേ നമ്മൾ നേരത്തെ പോയിട്ടുള്ള ക്ഷേത്രമാണിതാ ആ ഒരു മലയുടെ മുകളിൽ കാണുന്നത്. എന്തായാലും ഇവിടെ ഇതാ വീണ്ടും ശ്മശാനം. ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ശ്മശാനങ്ങൾ നമുക്ക് കുറച്ചധികം കാണാനുണ്ട് കേട്ടോ. ഇവിടുത്തെ അങ്ങാടിയും കടകളും ഒക്കെ കാണാനൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും നമ്മൾ സീഫോർത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പം എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതോടൊപ്പം ഈ റോഡിനുള്ളോട്ട് പോയാൽ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെയാണ്. നല്ല തണുത്ത കാറ്റുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വീടും പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ വാട്ടർ ടാങ്ക് ആണെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തൊട്ടടുത്തൊരു അലക്കുകല്ലുണ്ട്. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ. ശരിക്കും ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ പഴയ കാലത്തേക്ക് എപ്പം പോയി എന്ന് ചോദിച്ചാൽ മതി. അങ്ങനത്തെ ഒരു സ്ഥലമായത്. പിന്നെ ഇതാ ഇവിടെ ഒരു ട്രാക്ടർ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ടെന്നോ ബ്രിട്ടീഷുകാർ ഒഴിവാക്കിയിട്ട് പോയിട്ടുള്ള ട്രാക്ടറാണ്. എന്തായാലും ഇതേപോലെ കിടക്കുന്നുണ്ട്. ഈ ഒരു ഫ്രെയിമിൽ ആ ഒരു ട്രാക്ടറും ഇവിടുത്തെ ഒരു ഭംഗിയോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫ്രെയിമാണിതാ ഈ കാണുന്നത്. ആ ഒരു ട്രാക്ടറും പിന്നെ ആ ഒരു പൂവൻകോഴി നിൽക്കുന്നത് കണ്ടോ. ഇവിടേക്ക് വന്നാലേ ഇക്കാലത്ത് നമ്മൾ പഴയ കാലത്തേക്ക് അങ്ങ് പോവും. ഇവിടെ നിന്നും ശരിക്കും നമുക്ക് പോകാനേ തോന്നില്ല. ഇഷ്ടംമാതിരി ഫോട്ടോസ് എടുത്തിട്ട് പോവാട്ടോ. എന്തായാലും കുറേ സമയം അവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോയിട്ടേ കുറച്ച് മുൻപോട്ട് വന്ന് മുൻപോട്ട് കാണുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ, അതൊരു ബ്രിട്ടീഷ് ടീ ഫാക്ടറിയാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിട്ടുള്ള ടീ ഫാക്ടറിയാണ്. എന്തായാലും ഈ ഒരു ടീ ഫാക്ടറിയും ഈ ഒരു ലൊക്കേഷനും ഒക്കെ നമ്മൾ നോക്കി നിന്ന് പോകട്ടോ. ഇവിടെ ഇതാ ഈ ഒരു പഴയ ബ്രിഡ്ജ് ഉണ്ട്. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ളതാ. ഇതിപ്പോഴും ഇതാ ഇതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടീ ഫാക്ടറീൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഗൂഡല്ലൂരിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ നേരത്തെ പെട്രോളിൻ്റെ ഒരു കഥ പറഞ്ഞില്ലായിരുന്നോ. നമ്മുടെ വണ്ടിയിൽ പെട്രോൾ കുറവാണ്. ഇതിപ്പോൾ തീരുമോ എന്ന ടെൻഷൻ കൊണ്ടാണ് നമ്മളിപ്പം ഗൂഡല്ലൂരിലേക്ക് പോകുന്നത്. ശരിക്കും ഗൂഡല്ലൂരിലെത്തിയിട്ടും പെട്രോൾ തീർന്നിട്ടൊന്നുമില്ല. ഈ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. വരുന്ന സമയത്ത് ആവശ്യത്തിൽ കൂടുതൽ പെട്രോൾ നിങ്ങൾ അടിച്ചു വെച്ചോ, എന്നിട്ട് യാത്ര ചെയ്താൽ മതി. ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ പോയിട്ടുള്ള റൂട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ കാഴ്ചകൾ ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.